ലോകത്ത് മൊത്തം നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന സാധാരണമായിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആൾക്കാരാണ്. അസാധാരണമായിട്ടുള്ള റിച്ചായിട്ട് ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കാണാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ പെർസെൻറ്റേജാണ്. കൂടുതൽ ആൾക്കാർ സാധാരണക്കാരാണ്. എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായിട്ട് തന്നെ ജീവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതലും സാധാരണക്കാർ ലോകത്തുണ്ടാവുക? നിങ്ങളുടെ കണക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ കഴിഞ്ഞ 6 മാസം, ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഈ ഒരു നവംബർ വരെയുള്ള മാസങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര രൂപ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചു, ആഘോഷങ്ങൾക്ക് വേണ്ടി, ഉത്സവങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ മാറ്റിവെച്ചു ചെക്ക് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പുസ്തകങ്ങൾ മേടിക്കാനായിട്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട്, ടൂളുകൾ മേടിക്കാനായിട്ട് എത്ര രൂപ നമ്മൾ മാറ്റിവെച്ചു. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കൂടുതലും പൈസ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്നും ജീവിതത്തിലും എൻ്റർടൈൻമെൻറ്റും ആഘോഷങ്ങളായിട്ടൊക്കെ നമ്മൾ തട്ടിമുട്ടി ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഒരിക്കലും വളരാൻ സാധിക്കുന്നുണ്ടാവുന്നില്ല പറയാം. ആ സമയം നിങ്ങൾ കൂടുതലും പൈസ മുടക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹൈ ഇൻകം കപ്പാസിറ്റി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വളരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, അന്ന് പിന്നെ ആഘോഷമൊക്കെ വേണ്ട ജീവിതത്തിൽ, പിന്നെ എന്തിനാ ജീവിക്കണം ചോദിക്കുമ്പോൾ വേണം, ആഘോഷങ്ങൾ വേണം. പക്ഷേ പ്രയോറിറ്റി നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലും മുടക്കേണ്ടത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൂടുതൽ കാശ് മുടക്കാൻ പറ്റുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ചെക്ക് ചെയ്യുക. സാധാരണക്കാരായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കണമെങ്കിൽ ഇപ്പോൾ ജീവിതം അങ്ങനെ പോട്ടെ, അതെല്ലാം ഒന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക.